പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതെൻ്റെ അടുത്ത് ആരും ചോദിച്ചതല്ല, എനിക്ക് പറയണം തോന്നിയോണ്ട് പറയുന്നതാണ്. ചുമ്മാ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ആരും ചോദിക്കാൻ പോണില്ല. അത് എങ്ങനെ എക്സാമിൻ്റെ പ്രഷർ ഹാൻഡിൽ ചെയ്യാം? കാരണം നമുക്ക് 2 ഇന്റേണൽ, ലാബ്, അസൈൻമെൻറ്റ്, മിനി പ്രൊജക്റ്റ്, മെഗാ പ്രൊജക്റ്റ്, ഫൈനൽ ഇയർ പ്രൊജക്റ്റ്, സെമസ്റ്റർ എക്സാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു പ്രഷർ കുക്കറാണ് ഈ ബിടെക് ലൈഫ് എന്ന് പറയുന്നത്. അത് ബിടെക്കുകാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അപ്പം എന്നിട്ട് നമുക്ക് സമൂഹത്തിൽ ബിടെക് പറഞ്ഞൊരു വില കിട്ടുമോ? അതുമില്ല. ഓക്കെ, സോ എങ്ങനെ ഈ ഒരു എക്സാം പ്രഷറിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു കേസിൽ എനിക്ക് അങ്ങനെ ഒരു പ്രഷർ ഇല്ലായിരുന്നു. കാരണം എൻ്റെ റൂംമേറ്റ്സ് എല്ലാവരും എൻ്റെ ഏകദേശം അതേ ലെവൽ ഓഫ് ബുദ്ധിയുള്ളവരും എൻ്റെ ഏകദേശം അതേപോലത്തെ സമാനമായ മാർക്കുകളൊക്കെ കിട്ടുന്ന ആൾക്കാരാണ്. അതായത് എക്സാമിൻ്റെ റിസൾട്ട് KTU പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ തലേന്ന് രാത്രി മൊത്തം കുത്തിയിരുന്ന് ഒരു സബ്ജക്റ്റിന് സപ്ലി അടിക്കല്ലേ പൊട്ടല്ലേ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന ടീംസ് ആയിരുന്നു ഞങ്ങളെല്ലാവരും. പിന്നെ എങ്ങാനും എനിക്കൊരു സപ്ലി അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അപ്പുറത്ത് 2-3 സപ്ലി ഉള്ളവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ റൂമിൽ നിന്നും അങ്ങനത്തെ ഒരു പ്രഷർ അനുഭവപ്പെടാത്തത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു എക്സാം പ്രഷർ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ബട്ട് മേ ബി എൻ്റെ റൂമീസ് ആരെങ്കിലും ഭയങ്കര പഠിപ്പിസ്റ്റുകളോ മറ്റേ റാങ്ക് ഹോൾഡേഴ്സോ അല്ലെങ്കിൽ നമ്മൾ സോ കോൾഡ് ഈ എക്സാമിൻ്റെ തലേന്ന് PDF-ഉം അസൈൻമെൻറ്റൊക്കെ ഷെയർ ചെയ്ത് തരുന്ന നമ്മൾ പ്രോഡിജീസായി കാണുന്ന ആൾക്കാരൊക്കെ എൻ്റെ റൂമിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴോ പ്രഷർ കാരണം ഞാൻ തല കറങ്ങി വീണ് ചത്തേനെ. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. റിസൾട്ട് വരുമ്പോൾ ഞാൻ അയ്യോ ഒരു സപ്ലി എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് എനിക്ക് 2 ഉണ്ടെന്ന് പറയാൻ ഒരാളുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രഷർ എൻ്റെ ബിടെക് ലൈഫിൽ അനുഭവപ്പെട്ടിട്ടില്ല. അത്രേ ഉള്ളൂ.